അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അറബിയുടെ പ്രധാനപ്പെട്ട ബേസിക്കായ ഒന്നാണ്. നമുക്കറിയാം, എങ്കിലും അതൊന്നുകൂടിയും ലളിതമായ രൂപത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരു രൂപമാണ് പറഞ്ഞു തരുന്നത്. വേറെയും ഒരുപാട് രൂപങ്ങളുണ്ടാകും. ഇത് പഠിക്കാതെ നമുക്ക് അറബി ഒരിക്കലും തന്നെ പഠിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് 5ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം മുതൽ 2, 3, 4, 5, 6, 7 എന്നീ ഈ പാഠത്തിലെ മുഴുവൻ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇതും ഇനി പറയാൻ പോകുന്ന മറ്റൊരു വിഷയം കൂടിയും അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ 7 വരെയുള്ള പാഠങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. ഇതിൽ പറഞ്ഞ വിഷയം ഇത് മാളിയാണ്. മാളി എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എങ്കിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് കുടിച്ചു എന്ന് പറയണമെങ്കിൽ ശരിബ. ഇപ്പം നമ്മൾ കുടിച്ചു, നിന്നു, പോയി ഇതൊക്കെ പറയുമല്ലോ. അല്ലെങ്കിൽ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സംഭവിക്കുന്ന, ഇപ്പോഴല്ല, ഈ ഒരു സമയം, ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തിന് മുമ്പ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തിയെ എന്ത് ചെയ്യും, അത് കഴിഞ്ഞു എന്ന് പറയും, അല്ലേ? കുടിച്ചു, പോയി, വന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇതേപോലെ തന്നെ ഇനി വേറൊരു ഉദാഹരണം. കതബ. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നർത്ഥം, ചെയ്തു എന്നൊക്കെ പറയും. കതബ എന്ന് പറഞ്ഞാൽ എഴുതി. അപ്പം ഇനി അത് ഒന്ന് പറഞ്ഞു നോക്കുക. കതബ, കതബ, കതബു, കതബത്ത്, കതബത്ത, കതബിന, കതബത്ത, കതബത്തുമാ, കതബത്തും, കതബത്തി, കതബത്തുമാ, കതബത്തുന്ന, കതബത്തു, കതബിന. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. അത് അതേപോലെ എഴുതുകയും ചെയ്യണം, എഴുതി പഠിക്കണം ആദ്യം. ഉദാഹരണത്തിന് ഫഅല എന്നുള്ള എഴുതിയ ആ രൂപം ഉണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫഅല, അതിൻ്റെ കൂടെ ഒരു അലിഫ് വന്നു, അപ്പോൾ ഫഅല നീട്ടി. ഫഅലു എന്ന് എഴുതുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഅലു എന്ന് എഴുതുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പഠിച്ച് വെച്ച് പോയത് നമ്മൾ വാവായിരിക്കും. ഫഅലു, അതിൻ്റെ കൂടെ ഒരു അലിഫും കൂടി ഇട്ട് കൊടുക്കണം, അപ്പോഴേ അത് ഫഅലു എന്ന് ശരിക്ക് വരുള്ളൂ. ഫഅലു. ഇനി അടുത്ത് ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, എഴുതുന്ന ആ രൂപം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഫഅല, ഫഅല, ഫഅലു, എന്താ അവിടെയൊക്കെ മാറ്റമുള്ളത്? ഇത് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇത് അവസാനം വരെ കേട്ടാൽ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇത് അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഉള്ള ഒരു വോയിസാണ് ഇപ്പോൾ ഈ നമ്മൾ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഫഅല, ഫഅല, ഫഅലു. ഫഅല എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ ചെയ്തു. കണ്ട് അതിൻ്റെ നേരെ കണ്ടില്ല, ആണുങ്ങളെ സംബന്ധിച്ചാണ് ആ 3ഉം വരുന്നത്. ഫഅല, ഫഅല, ഫഅലു. അപ്പോൾ ഇനി അവിടെ മേലെ നമ്പർ ഇട്ട് കണ്ട് ശ്രദ്ധിക്കണം. മേലെ 1, 2, പിന്നെ അടുത്ത കള്ളിയിലുള്ളത് 2ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 3ഓ 3-ലധികമോ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അത് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഫഅല എന്ന് അവൻ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, അവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവൻ ഒരാളാണ്, ഒരു ആണാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അവൻ ചെയ്തു, നമ്മൾ അവൻ, അവർ എന്നൊക്കെ എപ്പോഴാണ് പറയാം? നമ്മൾ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് പറയാം, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പിന്നെ സെയ്ദ്. ഇനി അവൻ, സെയ്ദ് എന്താണ്? സെയ്ദിനെ ആദ്യം പറഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴും നമ്മൾ സെയ്ദ് 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 എന്ന് പറയാം, അല്ലല്ലോ, അവൻ, അല്ലേ? അപ്പം ഞാൻ അവനെ സംബന്ധിച്ച് പറയാണ് ഫഅല, അവൻ ചെയ്തു, ഫഅല, അല്ലേ? ഒരാളാണെങ്കിൽ ഫഅല എന്ന് പറയും. ഇനി അവർ 2 ആളുണ്ടെങ്കിലോ ഫഅല എന്ന് പറയും. അതിനാണ് നേരെ നമ്പർ നോക്കണം. അത് ഇപ്പോൾ ഈ കോലത്തിൽ തന്നെ നമ്മൾ എഴുതി പഠിക്കും വേണം. ഒന്ന് എങ്ങനെ? ഫഅല, ഫഅല, ഫഅലു. ഇനി എഴുതുമ്പോൾ അവിടെ നമ്മൾ നോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, സ്ഥലം ഉണ്ടെങ്കിലും താഴെ തന്നെ എഴുതി പഠിക്കുക. ഫഅലത്ത്, ഫഅലത, ഫഅൽന. ഇനി അതിൻ്റെ താഴത്ത് ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, അങ്ങനെ ഫുള്ളായിട്ട് എഴുതുക. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫഅല എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ ചെയ്തു. ഇനി അത് 2 ആൾ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ ഫഅല എന്ന് പറയും.
ഇനി 3 ആൾ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ 2-ൽ കൂടുതൽ ആളുകൾ എത്ര ഉണ്ടെങ്കിലും, 2ആകട്ടെ, പിന്നെ 3ആകട്ടെ, 10ആകട്ടെ, 100ആകട്ടെ, 1000 ആകട്ടെ, ഇനി എത്ര ആളുണ്ടെങ്കിലും ഫഅലു എന്നാ പറയാം. അവർ ചെയ്തു. അപ്പോൾ ഫഅലു. ഇനി അവൾ ചെയ്തു. അവളെന്നും ഇതേപോലെ തന്നെയല്ലേ പറയാം. നമ്മൾ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ചാണ് അവൾ എന്ന് പറയാം. അപ്പം ഇനി അവൾ ചെയ്തു എന്ന് പറയണമെങ്കിൽ ഫഅലത്ത എന്ന് പറയാൻ പറ്റില്ല. അവൾ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ. അപ്പോൾ ഫഅലത്ത് എന്ന് തന്നെ എഴുതണം. ഇനി അവർ 2 സ്ത്രീകൾ ഉണ്ടെങ്കിൽ അപ്പം ഇനി എന്ത് ചെയ്യണം? ഫഅലത്ത 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 ലാ തന്നെ എഴുതണം. ചിലപ്പോൾ അവിടെ സുക്കൂനൊക്കെ ആയി പോകാൻ സാധ്യത. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. ഫഅലത്ത. അതേപോലെ തന്നെ ഇനി കുറേ ആളുണ്ടെങ്കിൽ അവർ കുറേ സ്ത്രീകൾ ചെയ്തു. അതിന് 3ആകട്ടെ, 3-ൽ കൂടുതൽ എത്രയാകട്ടെ, ഫഅൽന. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ പിന്നെ 6 പഠിച്ച ആദ്യം നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ രൂപം ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത്ത ഫഅൽന, ഫഅൽത ഫഅൽതുമ ഫഅൽതും, ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന. ഇനി ഇതേ മോഡല് കതബ 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 കതബു. കതബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി, അല്ലേ? ഇതിപ്പോൾ എപ്പോഴോ നമുക്ക് ഇപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ നമ്മൾ 2ാമത്തെ പാഠത്തിലുണ്ടല്ലോ, പിന്നെ യഖീല ജുനൈദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ജുനൈദ് ഉണർന്നു. ഇനി അവനെ സംബന്ധിച്ച് താഴെ പറയുന്നുണ്ടല്ലോ, ജലസ അലൽ ഫിറാഷി, അവൻ ഇരുന്നു. ആരായിരുന്നു അവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ജുനൈദിനെ കുറിച്ചാണ്. അപ്പം ഞാൻ അവിടെ ജലസ ജുനൈദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്തായി, അത് ജുനൈദാണെന്നുള്ളത്. അവൻ ഇരുന്നു. ആരാണ്? ജുനൈദ് ഇരുന്നു. അലൽ ഫിറാഷി, എവിടെ? വിരിപ്പുമ്പൽ. ഇനി അതല്ല, ജലസ ജുനൈദുൻ അലൽ കുർസി, കസേരമേൽ എന്ത് ചെയ്തു? ജുനൈദ് ഇരുന്നു. ഇനി ചോദ്യം ഇങ്ങനെ വരികയാണ്. എക്സാമിന് ചോദ്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം ഡാഷ് ജുനൈദുൻ അലൽ ഫിറാഷി, വിരിപ്പുമേൽ എന്ത് ചെയ്തു? ജുനൈദ് ഡാഷ്. അവിടെ എന്താണ്? ഒരു ഉദാഹരണത്തിന് ജലസ എന്നുണ്ട്, ജലസ എന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒരിക്കലും വരാൻ പാടില്ല. കാരണം ജുനൈദ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരാളുള്ളൂ. അപ്പോൾ നമ്മൾ നമ്പർ നോക്കണം. അപ്പോൾ എന്താണ്? ജലസ ജുനൈദുൻ. ജലസ എന്ന് പറ്റൂല. കാരണം എന്താ? അവിടെ ജലസ എന്ന് പറയണമെങ്കിൽ 2 ആളുണ്ടാണോ? ഇവിടെ ഒരാളുള്ളൂ. അപ്പം ജലസ ജുനൈദുൻ അലൽ ഫിറാഷി. ഇനി അവിടെ 2 ആളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജലസ എന്ന് എഴുതണം. ജലസ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ ജലസ മുഹമ്മദുൻ അലൽ ഫിറാഷി. അപ്പം ഞാൻ ജലസ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ജലസ ജലസ ജലസു. ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു. ആരെക്കുറിച്ചാണ് മുമ്പ് ചർച്ച ചെയ്യുന്നത്? അവനെ. അതിന് ജുനൈദ് ആകട്ടെ. അപ്പം അവൻ ഇരുന്നു. ഇനി അവർ 2 ആൾക്കാരുണ്ട്. ജുനൈദും ഉണ്ട്, പിന്നെ ഹാമിദും ഉണ്ട് എന്ന് വെച്ചോളി. അപ്പം ഇനി ജലസ എന്ന് പറയണം. 2 ആളെ കുറിച്ച് പറയുമ്പോൾ ജലസ എന്ന് എഴുതണം. ഇനി അതല്ല കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇന്ന് ജലസു എന്ന് എഴുതണം. ജലസു, അവർ ഇരുന്നു. അവർ കുറേ പുരുഷന്മാർ ഇരുന്നു. ജലസത്ത്, അപ്പോൾ അവിടെ മാറി. ജലസത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്നു. അപ്പം ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ജലസ പിന്നെ ജുനൈദുൻ അലൽ ഫിറാഷി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? പെണ്ണാകുമ്പോൾ ജലസ പറ്റൂല, ജലസ ഫാത്തിമ എന്ന് പറ്റൂല, ജലസത്ത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ആ ഒരു റൂട്ട് മാറണം. ജലസ എന്നുള്ളത് ജലസത്ത് എന്നായി. ജലസത്ത് ഫാത്തിമ, ഫാത്തിമ ഇരുന്നു. അലൽ ഫിറാഷി, അലൽ കുർസി, കസേരമ്മൽ അല്ലെങ്കിൽ വിരിപ്പുമ്മൽ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ജലസത്ത് ജലസത്ത, ജലസത്ത് പറഞ്ഞാൽ അവൾ ഇരുന്നു. ജലസത്ത, അവർ 2 സ്ത്രീകൾ ഇരുന്നു. ജലസ്ന, അവർ കുറേ സ്ത്രീകൾ ഇരുന്നു. കുറേ പെണ്ണുങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അപ്പം ജലസ്ന എന്ന് പറയും. ഇനി കത്തബ നിർത്തുക അല്ലെങ്കിൽ നസറ. നസറ എന്ന് പറഞ്ഞ എന്താർത്ഥം? നസറ, അവൻ സഹായിച്ചു. നസറ, അവർ 2 പുരുഷന്മാർ സഹായിച്ചു. നസറു, അവർ കുറേ പുരുഷന്മാർ സഹായിച്ചു. ഇനി അവൾ സഹായിച്ചു എന്നെങ്ങനെ പറയാം? നസറത്ത് ഫാത്തിമ, ഫാത്തിമ സഹായിച്ചു. ഇനി 2 ആളുണ്ടെങ്കിലോ നസറത്ത, പെണ്ണാണെങ്കിൽ നസറത്ത. കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ നസർന, നസർത്ത അല്ല നസറത്ത്, നസറത്ത, നസർന. മനസ്സിലായില്ലേ? ഇപ്പം ഈ പറഞ്ഞതിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരു ചോദ്യം ഇങ്ങനെ വന്നു, അൽ വലതു, അല്ലേ? വലത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാം ആൺകുട്ടി. അൽ വലതു ഡാഷ്
അൽ അസീറ, ഐന് സ്വാദ്. പിന്നെ കുട്ടി പിന്നെ ജ്യൂസ് അവിടെ എന്തായിരിക്കും, കുടിച്ചു എന്നായിരിക്കും അല്ലേ. അപ്പം ഇനി കുടിച്ചു എന്ന് പറയണമെങ്കിൽ അവിടെ ചിലപ്പോൾ ചോദ്യത്തിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നെ ഉണ്ടാവും. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില ഒന്ന് രണ്ട് ചെറിയ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കണം, പിന്നെ ഒന്ന് പഠിച്ചു വെക്കണം. അതിൽ പെട്ടെന്നാണ് ഷെരീബ എന്നുള്ളത്. ഷെരീബ എന്ന് പറഞ്ഞാൽ കുടിച്ചു. അപ്പോൾ ഇനി അവൻ കുടിച്ചു അല്ല, കുട്ടിയാണല്ലോ. അപ്പോൾ ഇനി അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഇവിടെ അൽ വലതു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ നമ്പർ നോക്കണം. ഷെരീബ, ഷെരീബ, ഷെരീബു, ഇതിലേതാ ഉപയോഗിക്കുക നമ്മൾ? ഷെരീബ, കാരണം ഒരാളുള്ളൂ. ഇനി അൽ വലദാനി ഡാഷ് അൽ അസീറ, അവിടെ നിന്നാണ് രണ്ട് കുട്ടികൾ, രണ്ട് ആൺകുട്ടികൾ, അവർ ഡാഷ് അൽ അസീറ, അവർ ജ്യൂസ്. അപ്പോൾ അവിടെ രണ്ട് കുട്ടികളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഷെരീബ, ഷെരീബ രണ്ടാമത്തെ നമ്മൾ ഉപയോഗിക്കണം. ഇനി അവിടെ എന്താണ്, അൽ ഔലാദ്, കുട്ടികളാണ്, ആ കുട്ടികളാണ്, കുറേ ഉണ്ട്, എത്രയൊന്നുമില്ല, കണക്കൊന്നുമില്ല, അവർ രണ്ടിൽ കൂടുതൽ, 3 അല്ലെങ്കിൽ അതിൽ എത്ര ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കുക അൽ ഔലാദു ഡാഷ് അൽ അസീറ എന്നാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പിന്നെ അൽ ഔലാദു ഷെരിബു അൽ അസീറ. മനസ്സിലായില്ലേ? ഇനി നേരെ തിരിച്ച് പിന്നെ ചോദ്യം വരികയാണ്, എന്ത് ചെയ്തു, ഡാഷ് ഷെരിബൽ അസീറ എന്നാണെങ്കിൽ, ഡാഷ് ഷെരിബൽ അസീറ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ധൈര്യമായിട്ട് എന്തായിട്ട് കൊടുക്കാം, അൽ വലതു എന്ന് കൊടുക്കാം. ഇനി അതല്ല ഡാഷ് ഷെരിബ അൽ അസീറ എന്നാകുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഷെരിബ എന്ന് പറഞ്ഞാൽ രണ്ടാളാണ്, അപ്പോൾ നമുക്ക് വലതു എന്ന് പറ്റൂല, വലതാനി കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പം ഇനി എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പഠിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിരിക്കും. ഇനി അതേപോലെ തന്നെ പെൺകുട്ടിയെ സംബന്ധിച്ചാണ് അൽ ബിന്തു ഡാഷ് അൽ അസീറ, പെൺകുട്ടി. അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഷെരിബ, ഷെരിബ, ഷെരിബു, ഷെരിബത്ത്, അവൾ. അപ്പോൾ ഷെരിബ അൽ ബിന്തു ഷെരിബത്തിൽ അസീറ. ഇനി രണ്ട് പെൺകുട്ടികളുണ്ട്, അൽ ബിന്താനി ഷെരിബത്ത അൽ അസീറ. ഇനി 3 പെൺകുട്ടികൾ, 3 അതിൽ കൂടുതലുണ്ട്, എത്ര ഉണ്ടായാലും അൽ ബനാത്തു, പെൺകുട്ടികൾ, ഷെരിബിന അൽ അസീറ. ഇനി നേരെ തിരിച്ചു വന്നാലും ഇങ്ങനെ തന്നെ, ഡാഷ് ഷെരിബിന അൽ അസീറ എന്ന് വന്നാലും നമുക്ക് നോക്കണം, ഷെരിബിന എന്ന് പറഞ്ഞാൽ എന്തായി, അവിടെ ജമ്മാണ്, ബഹുവചനമാണ്, 2ൽ കൂടുതലുള്ളതാണ്. അപ്പോൾ അവിടെ ബിന്ത് എന്ന് പറ്റൂല, അൽ ബനാത്ത് എന്ന് ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ സ്ഥലത്തില്ലാത്ത ആളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്ത്. ഇനി ബാക്കിയുള്ള കാരണം ഇതിപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഫാല, അവൻ ഒരാൾ ചെയ്തു, ഫാല അവർ 2 പുരുഷന്മാർ, ഫാലു അവർ കുറേ പുരുഷന്മാർ. ഇനി അവൾ ഒരാളാണെങ്കിൽ ഫാലത്ത്, ഫാലത്ത, ഫാലിന് എത്ര ഉള്ളൂ അത് മനസ്സിലാക്കി. ഇപ്പോൾ ഈ വോയിസ് മുഴുവനായിട്ടും കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ ഇത്ര ഉണ്ടായിരുന്നു എന്നുള്ളൂ എന്നുള്ള ആ ഒരു നമുക്ക് മനസ്സിലേക്ക് ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി പറയാൻ പോകുന്നതും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ 5ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും, ആദ്യത്തെ പാഠമല്ല അവസാനത്തെ 2 പാഠമല്ലാത്ത ബാക്കിയുള്ള ഈ 6 പാഠങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തത് അത് നോക്കിയില്ലേ, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന. അതും കൂടി ഒന്ന് നമ്മൾ നോക്കുക. ഫഅൽത്ത ഇതിപ്പം മേലുള്ളത് പഠിച്ച ആളുകൾക്ക് സംബന്ധിച്ച് താഴെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അത് ഞാൻ ഷോർട്ടാക്കിയേ പറയുള്ളൂ. ഫഅൽത്ത എന്ന് പറഞ്ഞാൽ നീ ഒരാൾ ചെയ്തു എന്ന് പറയാണ്. അപ്പം പിന്നെ നീ കുടിച്ചു അല്ലേ, അവിടെ ഷെരിബത്ത, നീ കുടിച്ചു. ഇനി നിങ്ങൾ 2 ആൾ കുടിച്ചു എന്ന് പറയുകയാണെങ്കിലോ, ഷെരിബത്ത, ഷെരിബ്ത, ഷെരിബുത്തുമാ, ഷെരിബുത്തുമാ, അത് നമ്മൾ മാറാൻ പാടില്ല. ഇനി നിങ്ങൾ കുറേ ആണുങ്ങൾ കുടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഷെരിബുത്തും. അതൊക്കെ മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നീ ഒരു പെണ്ണ് കുടിച്ചു, നീ ഒരുത്തി കുടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഷെരിബിത്തി. നേരത്തെ പറഞ്ഞ ഷെരിബിത്ത പെണ്ണാകുമ്പോൾ ഷെരിബിത്തി. നീ ഒരുത്തി കുടിച്ചു, നിങ്ങൾ 2 പെണ്ണുങ്ങൾ കുടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഷെരിബുത്തുമ. അത് രണ്ടും ഒരേപോലെ, ആണായാലും പെണ്ണായാലും ഷെരിബുത്തുമ എന്ന് തന്നെ ഉപയോഗിക്കാം. ഷെരിബുത്തുമ, നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ കുടിച്ചു, ഷെരിബുത്തുന്ന. ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? ഒന്നുകൂടി നോക്കുക. ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന. അതേപോലെ തന്നെ വേറെ ഒരു ഉദാഹരണമാണെങ്കിൽ നസർത്ത, നസർത്തുമാ, നസർത്തും, നസർത്തി, നസർത്തുമാ, നസർത്തുന്ന. ഇനി ദഹബാണെങ്കിൽ ദഹബാണ് പോയി,
ദഹബത്ത ദഹബത്തുമാ ദഹബത്തും, ദഹബത്തി ദഹബത്തുമാ ദഹബത്തുന്ന. നസറ അല്ലെങ്കിൽ കത്തബ, നസർ എടുത്തൊക്കെ നോക്കി. നസറ എന്ന് പറഞ്ഞാൽ നസർത്ത നീ സഹായിച്ചു, നസർത്തുമാ നിങ്ങൾ രണ്ടാൾക്കാർ, രണ്ട് ആണുങ്ങൾ സഹായിച്ചു, രണ്ട് പുരുഷന്മാർ സഹായിച്ചു. നസർത്തും നിങ്ങൾ കുറേ പുരുഷന്മാർ സഹായിച്ചു. നസർത്തി നീ ഒരുത്തി സഹായിച്ചു. നസർത്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിച്ചു. നസർത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ സഹായിച്ചു. ഇനി ശരിബത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ കുടിച്ചു. ദഹബത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ പോയി. നളർത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ നോക്കി. ഇപ്പം ഇതൊക്കെ എന്താണ്, ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ? ഒരാളാണെങ്കിൽ നീ ഒരു പുരുഷനാണെങ്കിൽ പിന്നെ ഫാൽത്ത നസർത്ത ദഹബത്ത, നിങ്ങൾ രണ്ടാൾക്കാരാണെങ്കിൽ ഫാൽത്തുമ നസർത്തുമ ദഹബത്തുമ, നിങ്ങൾ കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ നീ എന്ന വാക്ക് ഉപയോഗിക്കുമല്ലോ മലയാളത്തിൽ. അപ്പം നീ എന്ന് നമ്മൾ ആരോടെ സ്ഥലത്തുള്ള ആളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ, പിന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ പറയാം നീ എന്നുള്ളത്. അപ്പം പിന്നെ നസർത്തും ഖതൽത്തും കത്തബത്തും ഒക്കെ മനസ്സിലായല്ലോ അല്ലേ? ഫാൽത്തി ഫാൽത്തുമ ഫാൽത്തുന്ന. അപ്പോൾ അത് എപ്പോഴാണ് ഉപയോഗിക്കൽ എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഫാൽത്തു ഫാൽന. ഫാൽത്തു എന്നുള്ളത് ഞാൻ ചെയ്തു അല്ലേ? നസർത്തു ഞാൻ സഹായിച്ചു. നസർത്തു മുഹമ്മദൻ ഞാൻ മുഹമ്മദിനെ സഹായിച്ചു. ഇനി നദർത്തു ഞാൻ നോക്കി. ദഹബത്തു ഞാൻ പോയി. ഇപ്പം ഞാൻ പോയി എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്തു? നസർത്തു എന്ന് പറയണം. അല്ല, ഞാൻ സഹായിച്ചു എന്നാണെങ്കിൽ നസർത്തു, ഞാൻ പോയി എന്നുള്ളതാണെങ്കിൽ ദഹബത്തു, ഞാൻ തിന്നു എന്നുള്ളതാണെങ്കിൽ അക്കൽത്തു, ഞാൻ കുടിച്ചു എന്നുള്ളതാണെങ്കിൽ ശരിബത്തു. ഇനി ഞങ്ങൾ എന്നാണ് ഉപയോഗിക്കലപ്പോഴാ ഫഅൽന. ഫഅൽന ഞങ്ങൾ ചെയ്തു. നസർന ഞങ്ങൾ സഹായിച്ചു. നസർന പിന്നെ ലറബ്ന ഫതഹിന. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു. ഫതഹിന ഞങ്ങൾ തുറന്നു. ഇനി ഞാൻ തുറന്നതാണെങ്കിൽ ഫതഹത്തു ഞാൻ തുറന്നു. അപ്പോൾ ആ ഒരു ഏകദേശം ആ റൂട്ട് മനസ്സിലായില്ല അല്ലേ? അത് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ മെത്തേഡ് ഒരിക്കലും തന്നെ നമ്മൾ മറക്കാൻ പാടില്ല. ഇതിലിപ്പോൾ നമുക്ക് സംശയമുള്ളത് ലാസ്റ്റത്തെ രണ്ടെണ്ണമായിരിക്കും. ഫാൽത്തു എന്നാണെങ്കിൽ അതിൽ ഞാൻ എന്നുള്ളത് ഇനിയിപ്പോൾ വേറെ ആരും വരില്ലല്ലോ. ഞാൻ എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക അതൊക്കെ ഞാൻ പിന്നെ ആ ഒരു മോഡലിലാണ് ഉപയോഗിക്കുക. ഫാൽത്തു നസർത്തു ദഹബത്തു ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് എല്ലാ ഫീലും അങ്ങനെ തന്നെ. ലറബ എന്ന് പറഞ്ഞാൽ സഹായിച്ചു, പിന്നെ അടിച്ചു. കത്തബ എന്നാണെങ്കിൽ എഴുതി ഞാൻ എഴുതി എന്ന് പറയുകയാണെങ്കിൽ കത്തബത്തു. ഇനി ഞങ്ങൾ എന്ന് എപ്പോൾ രണ്ടാളുണ്ടെങ്കിലും പറയാം, മൂന്നാളുണ്ടെങ്കിലും പറയാം, അതിന് കൂടുതലുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പറയാം. അവിടെ രണ്ടാകട്ടെ മൂന്നാകട്ടെ, ബാക്കിയുള്ളതൊക്കെ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, 1 2 3 ആ ഒരു മെത്തേഡ് നമ്മൾ മറക്കാൻ പാടില്ല. ലാസ്റ്റ് ഫാൽന എന്നുള്ള രണ്ടാൾ ചെയ്താലും ഞങ്ങൾ ചെയ്തു എന്ന് പറയാം അല്ലേ? ഞങ്ങൾ ചെയ്തു. പിന്നെ അത് അങ്ങനെ തന്നെ അറബിയിൽ അങ്ങനെ ഉപയോഗിക്കുക. ഞങ്ങൾ ചെയ്തു. 3 ആളുണ്ടെങ്കിലും 4 ആളുണ്ടെങ്കിലും 5 ആളുണ്ടെങ്കിലും 10 ആളുണ്ടെങ്കിലും ഒക്കെ ഫഅൽന നസർന ദഹബന. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഇനി അടുത്തത് ഇത്ര വിശദീകരിക്കൂല. ഇപ്പം നമ്മൾ ചെയ്തു പ്രവർത്തിച്ച് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത്. ഇനി പിന്നെ അടുത്ത പിന്നെ മാലിയെക്കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്ത് ഇനി പറയാൻ പോകുന്നത് മുലാരിയാണ്. ഇതേ ഒരു റൂട്ട് തന്നെ ആയിരിക്കും മുലാരി. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം. അതും കൂടി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവനും ഏകദേശം 75% 80% വളരെ സിമ്പിളായിട്ട് നമുക്ക് പാഠം പഠിക്കാൻ കഴിയും, പരീക്ഷ എഴുതാനും കഴിയും. അതിന് പുറമെ അറബിയുടെ ചെറിയൊരു മെത്തേഡെങ്കിലും നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞതൊക്കെ എഴുതേണ്ട മെത്തേഡുകളാണ്. പിന്നെ പാഠത്തിലുള്ള ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട പിന്നെ ഓരോ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലതൊക്കെ പിന്നെ മനഃപ്പാഠമാക്കാൻ കഴിയുന്നതൊക്കെ നമുക്ക് മനഃപ്പാഠം ആക്കണം. കാരണം ഉദാഹരണങ്ങളൊക്കെ ചിലപ്പോൾ ഒരേ ഉദാഹരണം ആവില്ല, ചിലപ്പോൾ പല രൂപത്തിലുള്ള ഉദാഹരണങ്ങൾക്ക് വരും. ഇനി അഥവാ പാഠത്തിൽ ഇല്ലാത്ത വന്നാലും ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ പാഠത്തിലുള്ള ചിലപ്പോൾ മുഹമ്മദ് എന്നായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിൽ ചിലപ്പോൾ മുഹമ്മദ് എന്നുള്ളത് ഖാലിദായി മാറും. അല്ലെങ്കിൽ അമ്മത്തിൽ ഉമ്മു, ഉമ്മ ഇമാമത്ത് നിന്നു. അവിടെ ഞാൻ ഉപ്പ എന്നാണെങ്കിൽ അമ്മൽ അബു എന്നാകേണ്ടി വരും. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ അമ്മത്തി എന്ന് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ്? അമ്മ പിന്നെ അത് ആണാണ്, അമ്മത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണായി മാറി. അപ്പോൾ പെണ്ണിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? ഫാല ഫാല ഫാലു, നസറ നസറ നസറു,
ദഹബ ദഹബ ദഹബു. ഇനി അത് ആ റൂട്ട് മാറുമ്പോൾ ദഹബത്ത്, അപ്പോൾ അമ്മത്ത്, അപ്പോൾ അത് പെണ്ണായിട്ട് മാറി. അപ്പോൾ ആ പാഠത്തിലുണ്ടല്ലോ അമ്മത്തിൽ ഉമ്മു ലി സ്വലാത്തി സുബഹി, സുബഹി നിസ്കാരത്തിന് വേണ്ടി ഉമ്മ ഇമാമായി നിസ്കരിച്ചു, ഇമാമായി നിന്നു. ഇനി അതോടെ പിന്നെ ഉപ്പാൻ്റെ പേരാണ് ചേർക്കുന്നത് അമ്മൽ അബു ലി സ്വലാത്തി സുബഹി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അല്ലാഹു തആല നമുക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.